കേൾക്കാൻ നീ തയ്യാറാകു. അത് കേട്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോ വാപ്പ ചോദിക്കണം, ഉസ്താദെ ഇതിനൊക്കെ ഇനി എങ്ങനെ നന്നാക്കാനാ, ഇവരൊക്കെ ഇനി എങ്ങനെ നന്നാകും പടച്ചവനെ. അള്ളാഹു നമ്മുടെ യുവത്വത്തെ എല്ലാരും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. നന്നാകാനുള്ള ഖുർആൻ ഉണ്ടല്ലോ, അള്ളാഹിന്റെ പരിശുദ്ധമായ കലാമ്. ആ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അനുസരിക്കുന്നതും അനുസരിക്കാത്തതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ ഒരാൾ പറയുന്നത് കേൾക്കണമല്ലോ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. സിറാജിന് പറയാനുള്ളതല്ല, സിറാജിന് പറയാനുള്ളതല്ല. അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ. ആ കാര്യത്തിൽ ഒരെണ്ണം കേട്ടിട്ട് നമുക്ക് പോയേക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ഒന്നും കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്തു പോയേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കേൾക്കല്ലേ ഒരു കാര്യം കേട്ടാ മതി. ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്ക്. അള്ളാന്റെ കലാമല്ലേ മക്കളെ, പൊതുവില്ലാതെ തൊടാൻ പാടില്ലല്ലോ. അത് ബഹുമാനിക്കേണ്ട സാധനമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ല. അല്ലാഹു പറയാ, ഈ ഖുർആൻ അങ്ങാണ് ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആൻ ഇറങ്ങുന്നത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ വീടിന്റെ അലമാരിയുടെ മുകളിൽ ഇട്ടേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ഭയം, എന്ത് ഭയം, എന്ത് പേടി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ ഖുർആനാടായത്. ഇത് ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മോനെ, ഇത് ഖുർആനാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാടാ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഖുർആനാണെന്നുള്ള ബോധം നിനക്ക് വേണം മോനെ. ഒരുപാട് വെറുതെ ഇരുന്ന് പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഉമ്മമാര് പറയും, ഉസ്താദേ ഞാൻ ആഴ്ചയിൽ ഖത്തം തീർക്കും, മാസത്തിൽ ഖത്തം തീർക്കും. എന്തിനാ പെങ്ങള് അങ്ങനെ വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ല ഖുർആൻ. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ ഖുർആനിനെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ നീ ആദരിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ കുറിച്ച് നീ മനസ്സിലാക്കൂ. ആ ഖുർആനിനെ മനസ്സിലായാ പടച്ചവനെ, ഏത് മനുഷ്യനും നന്നാകുമടോ, ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ.